മച്ചന്മാരെ നമ്മളിതാ പാർലാക്കി വന്നേക്കാണ്. നമ്മുടെ ഒരു ഫാമിലി നോമ്പ് തുറക്ക് വേണ്ടി പാർലാക്കി മച്ചന്മാരെ വന്നേക്കുന്ന അടിപൊളി സ്ഥലമാണ് കേട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മച്ചന്മാരെ. അഡ്വഞ്ചർ, പിന്നെ അതുകൂടാതെ തന്നെ കരാട്ട, ബോക്സിങ്, അതിനുവേണ്ടി പഞ്ചിങ് ബാഗ് ഉണ്ട്. പിന്നെ നമ്മുടെ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കാനുള്ളൊരു സംവിധാനമുണ്ട്. ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നതാണ് നമ്മുടെ കരാട്ടൊക്കെ ഉപയോഗിക്കുന്ന പഞ്ചിങ് ബാഗ്. ഇതാണ് നമ്മുടെ ബബിൾ ഹൗസ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാർലാക്കിൻ്റെ ഒരു അടിപൊളി സ്ഥലത്തേക്കാട്ടോ. ഈ കാണുന്നതൊക്കെ സ്റ്റേജാണ് മച്ചാന്മാരെ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ മാരേജ് ഫങ്ഷൻ, അതേപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടീസ്, അങ്ങനെ പല പല ടൈപ്പ് ഫങ്ഷൻസൊക്കെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ കടന്നു പോകുന്നൊരു ബ്രിഡ്ജിൽ കൂടിയാണ്. ഇതിന് രണ്ട് സൈഡും കണ്ടില്ലേ, നമ്മുടെ കായലിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു വളർത്ത് ഫാം, ഒരു പുഴ. അത് ഇതിലവർ കുറേ മീനുകളെ വളർത്തുന്നുണ്ട്. അതിനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു തോടാട്ടോ മച്ചാന്മാർ. ഇത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ കിച്ചണിൻ്റെ അടുത്തേക്കാണ്. കിച്ചണല്ല, വാഷ്റൂം കിച്ചണും കൂടി മിക്സായൊരു സംഭവം. അങ്ങോട്ട് പോവാണ് നമ്മൾ. ഇത് അടിപൊളി സ്ഥലമാണ് മച്ചാന്മാരെ. എല്ലാവരും വന്നിങ്ങോട്ട്. പിന്നെ ദീ കാണുന്ന ബ്രിഡ്ജ് കണ്ടില്ലേ, ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് വല വെച്ചിട്ടൊരു സംഭവം കാണാം. അതിൽ കൂടി നമുക്ക് നടന്നൊക്കെ പോവാം കേട്ടോ. പിന്നെ ദീ കാണുന്നത് നമ്മുടെ ഒരു കുഞ്ഞി കായലാണ്. ഇതിൽ നല്ലോണം കുഞ്ഞു മീനുകളുണ്ട്. ഇതാ നമ്മളിപ്പോൾ കാണുന്നതാണ് ഞാൻ പറഞ്ഞ വളർത്ത് ഫാം. നൈറ്റ് ടൈമിൽ ഇതിൻ്റെ വൈബ് വേറെയാണ് മച്ചാന്മാരെ. ഇതാണ് നമ്മുടെ പാർലാക്കിൻ്റെ ഹൗസ്. നമുക്കിനി നേരെ ഹൗസിൻ്റെ മുകളിലേക്ക് പോകാം. ഈ കാണുന്ന ഇവിടെ ഇരുന്നിട്ട് നമുക്കിതാ ഇവിടുത്തെ ഭംഗി മുഴുവൻ ആസ്വദിക്കുക ഈ ചെയറിലിരുന്നിട്ട്. പിന്നെ ഈ ഉൾഭാഗം അടിപൊളി സ്ഥലമാട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി കുറച്ചേരം ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ മച്ചാന്മാരെ, നല്ല അടിപൊളി സ്ഥലമാണ്. AC റൂമാണിത്. ഇവിടെ ടേബിളൊക്കെ ഉണ്ട് മച്ചാന്മാരെ. നമുക്കിനി ഇവിടുന്ന് പയ്യനെ താഴത്തേക്ക് ഇറങ്ങാം. ഇതാ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പുഴ കണ്ടില്ലേ, ഇതൊരു അടിപൊളി പുഴയാണ് മച്ചാന്മാരെ. നല്ലോണം കുഞ്ഞു മീനുകളുണ്ട്. പിന്നെ ഈ കാണുന്ന തോട് പോലത്തെ സംഭവങ്ങളിൽ നല്ലോണം കുഞ്ഞു മീനുകളുണ്ട് മച്ചാന്മാരെ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മെയിൻ സ്ഥലത്തേക്കാണ്. ഞാൻ ആ സ്ഥലത്തിട്ട് പറഞ്ഞു തരാം. എന്തായാലും ഈ പാർലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അടിപൊളി സ്ഥലമാണ് മച്ചാന്മാരെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പാർലാക്കിക്ക് എല്ലാവരും വന്നോ. ഞങ്ങളുടെ ഫാമിലി ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരു നോമ്പ് തുറയ്ക്കാണ്, ഒരു ഫാമിലി നോമ്പ് തുറ. പാർലാക്ക് അടിപൊളിയായതുകൊണ്ടാണ് ഞങ്ങൾ ആ പാർലാക്ക് തന്നെ സെലക്ട് ചെയ്തത്. ഇവിടെ അടിപൊളി സ്ഥലങ്ങളുള്ള ഇതാ ഇവിടെയാണ് നമ്മൾ നോമ്പുറക്കാനിരിക്കുന്നത്. ഇതാ കാണുന്നത് നമ്മുടെ ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള സ്ഥലം. അവിടെ നമുക്ക് വേണമെങ്കിൽ ബാസ്കറ്റ് ബോളൊക്കെ ഇങ്ങനെ ബാസ്ക്കറ്റിലേക്ക് എറിഞ്ഞെറിഞ്ഞ് കളിക്കാം. പിന്നെ ഇതാ ഇവിടെ കണ്ടില്ലേ ബോളുകൾ, ഇതാണ് നമ്മുടെ ബാസ്കറ്റ് ബോൾ. ഇതാ ഇവിടെ ഊഞ്ഞാലൊക്കെ ഇരുന്നാടാം നമുക്ക്. ഇവിടെ പിന്നെ ചെയേഴ്സൊക്കെ ഉണ്ട്. ഇതവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്, നമുക്ക് ആ ബ്രിഡ്ജിലൂടെ നടന്നു പോവുക. പിന്നെ കാണുന്ന സ്ഥലം കണ്ടില്ല മച്ചാന്മാരെ, ഇത് ഒരു കുഞ്ഞി പുഴയാണ്. പുഴയിലൊരു കുഞ്ഞി തോടാണ്. ഇവിടെ നമുക്കിങ്ങനെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട് ഇരുന്ന് കളിക്കാം, സംസാരിക്കാം, അങ്ങനെ ഒരു എൻജോയ് ചെയ്യാം. പിന്നെ ഈ മുകളിൽ കാണുന്ന ബ്രിഡ്ജിൽ കൂടി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് നടന്നു പോകാം. ഇതൊരു അടിപൊളി സ്ഥലമാണ് മച്ചാന്മാരെ പാർലാക്ക്. എല്ലാവരും പാർലാക്കിലേക്ക് വന്നോ. പിന്നെ ഒരു കാര്യമുണ്ട് മച്ചാന്മാർ, ബ്രിഡ്ജിൽ 4 പേര് കൂടുതൽ കയറരുത്. ബ്രിഡ്ജ് നല്ല പവർഫുൾ ബ്രിഡ്ജാണ്, പക്ഷെ 4 പേര് കൂടുതൽ കയറാൻ പാടില്ല. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ നോമ്പ് ഉറക്കി വേണ്ടിയിരിക്കുകയാണ്, ബാങ്ക് കൊടുക്കണം നോക്കിയിരിക്കുകയാണ്. ഇപ്പം കൊടുക്കുന്നു പറഞ്ഞാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കണത്. നമ്മുടെ ഇക്കാക്കൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. ഉള്ളതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിക്കാണ്. ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് മച്ചാന്മാരെ. നമുക്കെന്തായാലും നോമ്പ് തുറന്നതിന് ശേഷം കാണാം. അങ്ങനെ മച്ചാന്മാരെ, നോമ്പ് തുറ കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ പാർലാക്കിലെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്കാണ്. കണ്ടില്ല മച്ചാന്മാരെ, അടിപൊളി സ്വിമ്മിംഗ് പൂളാണ് ഇത്. പാർലാക്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം ഈ സ്വിമ്മിംഗ് പൂൾ തന്നെയാണ് മച്ചാന്മാരെ. കാരണം ഈ സ്വിമ്മിംഗ് പൂളിലെ ലൈറ്റൊക്കെ മാറും കേട്ടോ. അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഈ പാർലാക്ക്. എല്ലാവരും പാർലാക്കി അങ്ങോട്ട് വാ മച്ചാന്മാരെ. ഈ കാണുന്ന സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ കുറച്ച് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്, അത് കത്തും കേട്ടോ മച്ചാന്മാരെ. ഇതാ നമ്മുടെ കുഞ്ഞു ടീമുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല മച്ചാന്മാർ. 1 മണിക്കൂറിന് 100 രൂപ ഉള്ളൂ. എല്ലാവരും വന്നോ. പിന്നെ കാണുന്നതൊക്കെ അടിപൊളി
നമ്മുടെ ഗ്രാസാണ് പ്ലാസ്റ്റിക്. പിന്നെ ഈ കണ്ടില്ല മച്ചാന്മാരെ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ ലൈറ്റൊക്കെ കത്തുന്നു. ഇതാണ് മച്ചാന്മാരെ ഞാൻ പറഞ്ഞ ലൈറ്റ്. അടിപൊളി സ്ഥലം വെച്ചാൽ അടിപൊളി സ്ഥലമാണ് നമ്മുടെ പാർലാക്ക്. സ്വിമ്മിംഗ് പൂള്, പഞ്ചിങ് ബാഗ്, ഫിഷിങ്ങിന് ഫിഷിങ്, അങ്ങനെ പല പല സാധനങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പാർലാക്ക് സ്റ്റേ ഒക്കെ ചെയ്യാം കേട്ടോ. അതിനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ കാണുന്ന നമ്മുടെ സ്വിമ്മിംഗ് പൂള് അത്യാവശ്യം പേരിക്കില്ല. കുഞ്ഞു പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സൈഡിലൊക്കെ ഇങ്ങനെ കുഞ്ഞു പിള്ളേരൊക്കെ കൊണ്ടുവന്നിരുത്താം. പിന്നെ ഇതിവിടെ നമ്മുടെ വയസ്സായവർക്കൊക്കെ ഇരിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ അതുകൂടാതെ തന്നെ വല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം. ഇവിടുത്തെ ബെങ്ങൊക്കെ ആസ്വദിച്ചിരിക്കാം കേട്ടോ മച്ചാന്മാരെ. അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഈ പാർലാക്ക്. ഈ ബ്രിഡ്ജ് കടന്ന് നമ്മൾ അപ്പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല മച്ചാന്മാർ, ഇത് ഇവിടെ ഒക്കെ നമുക്കിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുക. നിങ്ങൾക്ക് മുകളിലൊരു ഹൗസ് കാണാം. അതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അടിപൊളിയാവും മച്ചാന്മാരെ. ഇതാ നമ്മളിപ്പോൾ പോകുന്നത് ഞാൻ നേരത്തെ കാണിച്ച ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ്. ഭയങ്കര സേഫായിട്ടുള്ള ബ്രിഡ്ജാണ് മച്ചാന്മാർ. ഇത് അഡ്വഞ്ചേഴ്സ് ഇഷ്ടമുള്ളവർ നേരെ വന്നിങ്ങോട്ട് ഒന്നും കൊണ്ടും പേടിക്കാണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വീഴില്ല താഴത്തേക്ക്. നല്ല ബലത്തിൽ ഇവർ മേക്ക് ചെയ്ത ബ്രിഡ്ജാണ്. സൈഡിൽ വലയൊക്കെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴില്ല. വീണാൽ തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം താഴത്ത് വെള്ളത്തിന് വലിയ താഴ്ചയൊന്നുമില്ല. പിന്നെ മച്ചാന്മാരെ, ഒന്നുകൊണ്ട് ഈ ബ്രിഡ്ജ് കയറിയാൽ പേടിക്കണ്ട, കാരണം നമ്മൾ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് സേഫായി തന്നെ എത്തും. നമുക്ക് സൈഡിൽ മറ്റേ വല പിടിച്ച് പോവാം. നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഈ ബ്രിഡ്ജ് കണ്ട്, കാരണം ഈ ബ്രിഡ്ജ് വലിയ ഡേഞ്ചറസ് ഒന്നുമല്ല. സുഖമായിട്ട് നമുക്ക് ഈ ബ്രിഡ്ജ് കടന്നു പോവാം. കണ്ടില്ലേ, ഞാനൊക്കെ സിമ്പിളായിട്ട് നീ പോണത്. നമുക്ക് ഫസ്റ്റ് കയറുമ്പോൾ ഒരു ചെറിയ പേടി ഉണ്ടാവും, അത് പിന്നെ നമുക്ക് വലിയ പേടിയില്ലാണ്ടാവും. 4 പേര് കൂടുതൽ ഈ ബ്രിഡ്ജ് കയറാൻ പാടില്ല കേട്ടോ, കാരണം ഈ ബ്രിഡ്ജ് 4 പേര് കൂടുതൽ വെയിറ്റ് താങ്ങൂല. 4 പേര് കൂടുതൽ ബ്രിഡ്ജിൽ കയറരുത്, അത് നമ്മളവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളി സ്ഥലം വെച്ചാൽ ഈ പാർലൊക്കെ അടിപൊളി സ്ഥലമാണ് മച്ചാന്മാരെ. കണ്ടില്ലേ, ഇവിടെ നല്ല ലൈറ്റൊക്കെ ഉണ്ട്, പിന്നെ നല്ല നല്ല പ്ലാന്റ്സും. നമ്മിനി ബ്രിഡ്ജ് കഴിഞ്ഞ് നേരെ പോകുന്ന അവിടെയുള്ള സ്ലൈഡിൻ്റെ അടുത്തേക്കാണ്. ഇതാ നമ്മൾ ബ്രിഡ്ജ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ബ്രിഡ്ജ് കംപ്ലീറ്റ് ചെയ്യാറായി. ഇതാ മച്ചാന്മാരെ ബ്രിഡ്ജ് കംപ്ലീറ്റ് ചെയ്തെത്തി. നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കസിനനിയന്മാരാണ് അവർ പയ്യനെ വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ സ്ലൈഡിൽ കയറി താഴത്തേക്ക് പോകാം മച്ചാന്മാരെ. ഇതാ ഈ താഴത്ത് കാണുന്ന കുറച്ച് കുഞ്ഞു പ്ലാന്റ്സ് ഉണ്ടല്ലേ, ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അടിപൊളി സ്ഥലമാണ് നമ്മുടെ പാർലാക്ക്. നമുക്കിനി നേരെ അടുത്ത സ്ഥലത്ത് പോവാം. ഇത് ഓരോരുത്തരായിട്ട് പയ്യനെ സ്ലൈഡിൽ കയറി വരുന്നുണ്ട്. നിങ്ങളൊന്നും കൊണ്ട് ഈ ബ്രിഡ്ജ് കയറിയാൽ പേടിക്കണ്ട, കാരണം ഇത് ഭയങ്കര അടിപൊളി ബ്രിഡ്ജാണ്. വലിയ നമ്മൾ വീണൊന്നും പേടിക്കണ്ട. പിന്നെ ഈ കാണുന്ന സ്ഥലം കണ്ടില്ല മച്ചാന്മാരെ, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ചില്ല് ചെയ്യാം. നമുക്കിങ്ങനെ ഇവിടെ ഇരിക്കാം, കിടക്കാം, കഥ പറയാം. നമുക്ക് ഈ സ്ഥലം എന്ന് വെച്ചാൽ നല്ല വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് മച്ചാന്മാരെ. പിന്നെ ഇവിടെ നമ്മുടെ പഞ്ചിങ് ബാഗ് ഉണ്ട്. ഇതാ ഈ പുഴയിൽ ചില ടൈമിൽ കരിമീനുകളൊക്കെ വരും. കരിമീനൊക്കെ കുഞ്ഞുങ്ങളുടെ വരുന്നതാണ്, നല്ല ഭംഗിയാണ് ഇവിടെ. പിന്നെ ഇതാ നമ്മുടെ സ്റ്റേജ്. ഇതേ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ലൈറ്റ് ആട്ടാ മുകളിൽ കാണുന്ന പർപ്പിൾ. ഇതാ നമ്മുടെ പർദ ടീമൊക്കെ ഇവിടെ ഉണ്ട്. പർദ ടീമുകൾ ഇതാ ഊഞ്ഞാലാടാൻ വേണ്ടിയിരിക്കുകയാണ്. ഇതാ എൻ്റെ കുഞ്ഞുമ്മ. ഇവിടെ കാണുന്ന നമ്മുടെ ബാസ്കറ്റ് ബോളിൻ്റെ ഇതൊക്കെ ഇട്ട് നമുക്ക് കളിക്കും. ഇവിടെ നല്ല ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തേക്കണം ഒരു സ്ഥലം. ഇതാണ് നമ്മുടെ ആനക്കുട്ടൻ. നമ്മൾ ശരിക്കുള്ള ആന മുന്നിൽ പോയി നിൽക്കണമെങ്കിൽ തുമ്പിക്കയുണ്ട്, നമ്മളെ വലിച്ചങ്ങോട്ട് എറിയും. ഇവനങ്ങനെയൊന്നും ചെയ്യൂല, പാവ. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല സ്ഥലമാണിത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഒരു പാർലാക്ക് ഹൗസിൻ്റെ അടുത്താണ്. ഇതാണ് ഞാൻ പറഞ്ഞ പാർലാക്ക് ഹൗസ്. അടിപൊളി ഹൗസാണ് മച്ചാന്മാരെ. എല്ലാവരും നേരെ പാർലാക്ക് ഹൗസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. പിന്നെ ദീക്കാണ് നമ്മുടെ അടുത്ത പുഴ. അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ കയാക്കിങ്, ബോട്ടിങ് ഒക്കെ ഉണ്ട് മച്ചാന്മാരെ. ഒരു 2 ആഴ്ചക്കുള്ളിൽ ഒരു അടിപൊളി ഓഡിറ്റോറിയം, ഒരു സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം, അത് വരാൻ പോവാണ്. പിന്നെ ഇവിടെ പ്രയർ റൂമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ പർദ ടീമും എല്ലാ ടീമും, നമ്മുടെ ഉമ്മമാരും വല്യമ്മമാരും നമ്മുടെ പാരൻസൊക്കെ ഇവിടെ നിസ്കരിക്കും. അത് ഫീമെയിൽസിൻ്റെ പ്രയർ റൂമാണ്. മെയിൽസിൻ്റെ ഇതാ സ്റ്റേജാണ്. അവിടെ നമുക്ക് പ്രയർ ചെയ്യാം. പിന്നെ വല്ല പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നടത്താം, ഫങ്ഷൻ ചെയ്യാം. ഒരു അടിപൊളി സ്ഥലമാണിത്. ഇതവിടെ മൈക്കൊക്കെ വെക്കാം കേട്ടോ. നമ്മുടെ ടീമൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കുകയായിരുന്നു.
അതിൻ്റെ ഇടക്കുണ്ടാ ബാക്കിൽ നിന്ന് ഭയങ്കര ശബ്ദം. ആരെങ്കിലും ഉണ്ട് അതിൻ്റെ കോമ്പറ്റീഷൻ വരുന്നുണ്ടോളാൻ പറഞ്ഞ ഹാദുക്ക. നേരെ നോക്കിയപ്പോഴുണ്ടാ ഋഷാ ചാപ്പാനെ ചാലഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാ നമ്മുടെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ പഞ്ചയുണ്ടെന്ന്. പക്ഷേ ഹാദുക്ക പണ്ടേ പ്രോയാണല്ലോ, അതുകൊണ്ട് ഹാദുക്കയുടെ സ്റ്റൈലില്ല ചെയ്യണേ. ഇതാ നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് നമ്മുടെ ചില്ല് റൂമിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ ഇതാ നമ്മുടെ ടീമൊക്കെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫോണിൽ കളിക്കാണ്ട് തോന്നണ്ട, ഇതൊരു ഗെയിമാണ്. നമ്മൾ ഫോണിൽ കൂടി നോക്കും, എന്നിട്ട് നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം പറയണം. ഇവിടെ നമ്മുടെ പർദ്ദ ടീമിലുണ്ടാ യൂണോ കാർഡ് കളിക്കുന്നത്. നമ്മുടെ ഈ ബ്രാലത്ത് ഏത് ഫംഗ്ഷൻ ഉണ്ടായത് കാണാം നമ്മുടെ പർദ്ദ ടീമിനെ. ഇവിടെ ഇതാ ഇവർ യൂണോ കാർഡ് കളിച്ചിരിക്കുകയാണ് നമ്മുടെ പർദ്ദ ടീം. ഒപ്പൂടായിപ്പോഴാ മച്ചാന്മാരെ. ഇതാ നമ്മുടെ ഫർദ ടീമിൽ ആരാണാവോ തോൽക്കാൻ പോകുന്നത്. നമുക്കിനി നേരെ നമ്മുടെ ടീമിൻ്റെ അടുത്ത് പോവാ. ഇവിടെ ഓരോരുത്തർ ഭയങ്കര കളിയിലാണ് മച്ചാന്മാരെ. എല്ലാവരും വാശിയും മത്സരത്തിനും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജയിക്കില്ല എന്നും പറഞ്ഞിട്ട് ഇവിടെ ചീരിയും കളിയായിരിക്കണം. ഇതാ ഇവിടെ കാണുന്ന നമ്മുടെ ഈ പാർലാക്കുണ്ടല്ലോ, അടിപൊളി സ്ഥലം. നമ്മുടെ ഫർദ ടീമിൻ്റെ യൂണോ കാർഡ് കളി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇന്നെങ്ങാനും കഴിയുമെന്തോ. ഇനി നമ്മൾ നേരെ കയറാൻ പോകുന്നത് നമ്മുടെ ബബിൾ ഹൗസിലേക്കാണ്. നമ്മുടെ ബബിൾ ഹൗസ് എന്ന് വെച്ചാൽ നമ്മുടെ പാർലാക്കിലൊരു ബബിൾ പോലത്തെ ഹൗസുകളുണ്ട്, അതാണ്. ഇത് അടിപൊളി ക്ലീൻ ആയിട്ടുള്ള ഹൗസാണ് മച്ചാന്മാരെ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബബിൾ ഹൗസിൻ്റെ ടോയ്ലറ്റ്. പിന്നെ ഇവിടെ നമ്മളുണ്ടല്ലോ വേസ്റ്റ് ഒന്നും നേരെ മറ്റേ നമ്മുടെ കുഞ്ഞി വെള്ളം കെട്ടി നിൽക്കുന്നൊരു കുളങ്ങൾ കണ്ടില്ല, അതിലേക്ക് എറിയരുത്. അതിൽ മീനുകളൊക്കെ ഉണ്ട്, വേസ്റ്റ് ഇടാൻ പാടില്ല. പിന്നെ ഇവിടെ നമ്മുടെ പ്ലേറ്റ് ഉണ്ട്. ഇവിടെ എ സിയും അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഇതാ എ സി ഫാനുണ്ട്. ഇവിടെ ഇതാ LED TV ഉണ്ട്, സ്മാർട്ട് TV ആണിത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇതാ നമ്മുടെ അടുത്ത സ്ഥലത്തേക്കാണ്. നമുക്ക് പയ്യൻ അങ്ങോട്ട് ഡോർ അടച്ചിട്ട് ഇവിടെ നിന്ന് പോവാം. ഇതാ നമ്മ ഇനി പോകുന്നത് മച്ചാന്മാരെ നമ്മുടെ നേരെ ഒരു അഡാറ് സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാ ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. ഇതാണ് ആ സ്ഥലം. ഇവിടെ ഞാൻ അഡാറെന്ന് പറയാൻ കാരണം കണ്ടില്ലേ, നമ്മുടെ ഞണ്ടാശം പയ്യനെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കാണ്. കണ്ടില്ല, നമ്മുടെ ഞണ്ടാശൻ ആരും കണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാട്ടോ. നമ്മുടെ പാർലാക്കിൻ്റെ ടീമുകൾ തന്നെയാണ് ഞണ്ടിനെ കൊണ്ടുവരുന്നത്. അവരുടെ ഇവിടുത്തെ ഈ ഒരു സ്ഥലത്ത് നിന്നാണ് പിടിച്ചുകൊണ്ടിരുന്നത്. ഇവിടുത്തെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ കണ്ടില്ല, ഷീറ്റൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഓഡിറ്റോറിയം. അടിപൊളിയാക്കിയെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. 2 വീക്കിനുള്ളിൽ ഇത് സംഭവം കംപ്ലീറ്റ് ആവുമെന്നാണ് പറയണേ. നമുക്ക് നേരെ അടുത്ത സ്ഥലത്ത് പോവുക. പയ്യൻ ഇതാ നടക്കുകയാണ് ഞാൻ ഇനി പോകുന്നുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബോട്ടിങ് കയാക്കിങ് അങ്ങനത്തെ സംഭവത്തിൻ്റെ അടുത്തേക്കാണ്. ഇതാണ് നമ്മുടെ കയാക്കിരിക്കുന്ന വെച്ചാൽ നമ്മുടെ കയാക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ കാലത്ത് വരണം. നമ്മുടെ കയാക്കിൻ്റെ സ്റ്റിക്കൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കിനി ഇത്തിരിയും കൂടി മുന്നിലോട്ട് പോയാൽ അവിടെ നമുക്ക് നമ്മുടെ വേറെ കുറച്ച് കയാക്കിൻ്റെ ബോട്ട്സൊക്കെ കാണാം. ഇത് കണ്ടില്ല മച്ചാന്മാരെ, ഇവിടെ ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇത് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലോട്ട് ചെയ്ത് നിന്നോളും. നിങ്ങളിതുകൊണ്ട് പേടിക്കേണ്ട, ഇത് മുങ്ങിയൊന്നും പോയില്ല. അടിപൊളിയായിട്ട് അവിടെ നിന്നോളും. ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം. നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്ക് പാർലാക്ക് സ്റ്റേ വരെയും ചെയ്യാം. കണ്ടില്ല മച്ചന്മാരെ, നമ്മുടെ ഈ പുഴയുടെ നടുക്കാണ് ഇവർ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. നടുക്കല്ല, പുഴയുടെ ഒരു സൈഡിലാണ് ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. അടിപൊളി സ്ഥലമല്ല മച്ചന്മാർ. ഇതും ഇഷ്ടമായൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തു. കഴിഞ്ഞിട്ടില്ല. ഈ തെങ്ങുമ്പോൾ കണ്ടില്ലേ, ലൈറ്റൊക്കെ വെച്ച് കെട്ടിയെടുത്തേക്ക് നല്ല പെയിങ്ങില്ല കാണാം മച്ചന്മാരെ. എല്ലാവരും നമ്മുടെ പാർലാക്ക് ഇങ്ങോട്ട് വന്നോളി. പാർലാക്ക് അടിപൊളി സ്ഥലമല്ലേ. അപ്പോൾ എല്ലാവരും വിചാരിക്കും പാർലാക്ക് വലിയ പൈസ ആവുമെന്ന്. അതൊന്നും പേടിക്കേണ്ട, അടിപൊളി സ്ഥലമാണ്. പൈസയുടെ കാര്യത്തിലൊന്നും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട മച്ചാന്മാരെ. പൈസ വരും പോവും, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ പാർലാക്ക് സീൻ സ്ഥലമാണ് മച്ചാന്മാരെ. നിങ്ങളുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്, നേരെ പാർലാക്ക് ഇങ്ങോട്ട് പോന്നോളി. പാർലാക്ക് ഇവിടെ അടിപൊളി സ്ഥലം, വെറുതെ ഇരിക്കല്ലേ സീനായിട്ട്. നമുക്കവിടെ പാർലാക്ക് അങ്ങോട്ട് വൈബാക്കി എടുക്കുക. എല്ലാവരും ഇങ്ങോട്ട് വാ. നമ്മുടെ പാർലാക്കൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് കാലത്ത് വരുമായിരുന്നെങ്കിൽ കയാക്ക് ഉപയോഗിക്കായിരുന്നു, പക്ഷെ എത്താൻ കുറച്ച് നേരം വൈകി മച്ചാന്മാരെ. നമ്മളിപ്പോൾ പോകുന്നത് അവിടെ ഒരു ലേറ്റ് ആണ്ടില്ലേ, അവിടെ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. അവിടെ തന്നെ നമ്മുടെ കയാക്കും പിന്നെ അങ്ങനത്തെ കുറച്ച് ബോട്ട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കാണ്ട് ഈ ബോട്ടിൽ നമ്മൾ വീടോ ഇതിൻ്റെ അകത്ത് മുതലുണ്ട് അങ്ങനെ ഒന്നും പേടിക്കണ്ട. അങ്ങനെ ഒരു ഡേഞ്ചർ സാധനം ഇതിൻ്റെ അകത്തില്ല. നമ്മൾ വീടൊന്നുമില്ല. നമുക്ക് നമ്മളിവിടുത്തെ
ഗാർഡ്സൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും നല്ലോണം. പിന്നെ അതുകൂടാതെ തന്നെ മച്ചാന്മാർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ ബബിൾ ഹൗസിൽ സ്റ്റേ ചെയ്യാം, വേണമെങ്കിൽ പാർലാക്കിന് അവിടെ ഒരു ഹൗസ് ഉണ്ട്, അതിൽ സ്റ്റേ ചെയ്യാം. അടിപൊളി സ്ഥലങ്ങളാട്ടോ മച്ചാന്മാർ. ഇത് നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വാ മച്ചാന്മാരെ, പാർലാക്കിക്ക്. പാർലാക്ക് അടിപൊളി സ്ഥലമാണ് മച്ചാന്മാരെ. എല്ലാവരും ഇങ്ങനെ ഓരോ സ്ഥലത്ത് വെറുതെ ഇങ്ങനെ പോയി കാശുകളെക്കാട്ടി നല്ലത് നമ്മുടെ പാർലാക്കിക്കോ. അടിപൊളി സ്ഥലമാണ് ഇത്. മാരേജ് ഫംഗ്ഷനൊക്കെ വെക്കണമെങ്കിൽ നമ്മുടെ പാർലാക്കി തന്നെ വെച്ചോ. അടാറ് സ്ഥലം. അതേ മച്ചാന്മാരെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കയാക്കും ബോട്ടും ഒക്കെ ഇത് അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് കാലത്ത് വരുന്നതായിരുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് റൈഡ് ചെയ്യായിരുന്നു. പക്ഷെ നേരം വൈകിപ്പോയി. കാരണം നോമ്പ് തുറ നോർമലി നൈറ്റ് ടൈമിലല്ലേ ഉണ്ടാവാറ്. എന്നാലും മച്ചാന്മാരെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ ഈ കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ചെയ്യാം. ഇതേ നമ്മുടെ കയാക്ക് കിടക്കുന്നത്. പിന്നെ ഇതാ അവിടെ സൈക്കിൾ ബോട്ടുണ്ട്, നമ്മൾ പെഡലടിച്ച് ഓടിക്കുന്ന ബോട്ടില്ല, അങ്ങനത്തെ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതാ കാണുന്നത് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് മച്ചാന്മാരെ. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ നിങ്ങൾ മുതലൊക്കെ ഉണ്ടാവും, അങ്ങനെ മലമ്പാമ്പ് ഉണ്ടാവും, അങ്ങനെ ഡേഞ്ചറായിട്ട് വല്ലതും ഉണ്ടോ എന്നൊന്നും പേടിക്കണ്ട. ഇത് ഫുൾ സേഫാണ്. ഇതിലാകെ ഉള്ളത് മീൻ കുഞ്ഞുങ്ങളും ഞണ്ടു കുഞ്ഞുങ്ങളും മാത്രമാണ്. അങ്ങനെ ഡേഞ്ചറായിട്ടുള്ള ഒരു മൃഗവും ഇതിൻ്റെ അകത്തില്ല. പിന്നെ ഇതാ ഇവിടെ അങ്ങനെ നീർനായകളൊന്നുമില്ല മച്ചാന്മാരെ. അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഒക്കെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ പാർലാക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. താങ്ക് യു പാർലാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ് മച്ചാന്മാരെ നമ്മുടെ പാർലാക്ക്. ഇതാ ഇവിടെയൊക്കെ ഫുള്ള് ലൈറ്റ് വെച്ച് നമ്മുടെ ഈ പാർലാക്കിനെ ടീം റെഡിയാക്കിയൊക്കെയാണ്. നമ്മുടെ പാർലാക്ക് പൊള്ളി സ്ഥലമാണ് മച്ചാന്മാരെ. എല്ലാവരും നമ്മുടെ പാർലാക്കിയൊക്കെ വന്നു. പിന്നെ ഈ കാണുന്ന കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ സൈക്കിൾ ബോട്ട്. ഇത് നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് വീഴും ഇങ്ങോട്ട് വീഴും ഒന്നും കൊണ്ടും പേടിക്കണ്ട. കാരണം നമുക്കിത് ഓടിക്കുമ്പോൾ ഒരു ജാക്കറ്റ് വരും, നമ്മൾ വീണാൽ തന്നെ പൊങ്ങിക്കിടക്കും. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ടുങ്ങ. പിന്നെ തമച്ചന്മാരെ നമ്മുടെ ഈ ബോട്ട്സൊക്കെ ഉണ്ടല്ലോ, കാലത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഓടിക്കാം. നിങ്ങൾക്ക് അതും പറഞ്ഞിട്ട് വല്ല ഫങ്ഷൻ ടൈം നോക്കിയിട്ടൊന്നും വരണ്ട. ബോട്ട് ഓടിക്കണമെങ്കിൽ നേരെ നമ്മുടെ വള്ളിവട്ടത്തെ പാർലാക്കി കണ്ടു കിട്ടോ. പാർലാക്ക് വന്ന് നിങ്ങൾക്ക് ബോട്ട് ഓടിക്കാം. പിന്നെ ഇതാ കണ്ടില്ല പാർലാക്ക് ഹൗസ്, അതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ പാർലാക്ക് ഹൗസിൽ സ്റ്റേ ഒക്കെ ചെയ്യാം. ഫ്രീ ആയിട്ടല്ല മച്ചാന്മാരെ, നമുക്ക് ക്യാഷ് കൊടുക്കണം. ക്യാഷ് കൊടുത്ത് നമുക്ക് സ്റ്റേ ചെയ്യാം. പിന്നെ നമുക്ക് അടിപൊളി വ്യൂവും കിട്ടും. ഇവിടെ നിന്ന് ഇതാ നമ്മുടെ ചേട്ടന്മാർ ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട്. ഞണ്ടിനെ കിട്ടിയോന്ന് ചോദിച്ചതേ ഉള്ളൂ. ഇതാ കിടക്കുന്ന 2 കുഞ്ഞൻ ഞണ്ടുകൾ. അതൊരു വളർത്താൻ വേണ്ടി പിടിക്കുക. എന്താ നമ്മുടെ ചേട്ടനാട്ടോ ഇതിനെ പിടിച്ചുകൊണ്ടിരുന്ന. അതേ കണ്ടാ മച്ചാന്മാർ നമ്മുടെ ചേട്ടൻ. ഈ ചേട്ടനോടത്ത് ഞണ്ടിനൊക്കെ പിടിക്കുന്ന ആള് പൊള്ളിയാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്, പാവങ്ങളാണ് മച്ചാന്മാരെ. ഇവിടെ നമുക്ക് എന്താവശ്യമുണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി. പാർലാക്കി വെച്ച് കണ്ടില്ലേ, ഇവരോട് നിന്ന് പോവുകയാണ്. ഇതാ അവിടെ ഒരു ഞണ്ട് നിൽക്കുന്നുണ്ട്. ചേട്ടൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ചേട്ടൻ മിക്കവാറും അതിനോട് നിന്ന് പിടിക്കുന്ന എനിക്ക് തോന്നണേ. അത് കുഞ്ഞിഞ്ഞണ്ട്, അതുകൊണ്ട് അതിനെ വിട്ടെന്ന് തോന്നുന്നു. ഇതാണ് മച്ചാന്മാരെ നമ്മുടെ മസാജ് ചെയർ. ഇവിടെ നമുക്ക് മസാജൊക്കെ ചെയ്യാം മച്ചാന്മാരെ. പാർലാക്ക് ഹൗസ് ഉണ്ടല്ലോ, അടിപൊളി സ്ഥലം. നമ്മുടെ മസാജ് ചെയറൊക്കെ എടുത്ത് നമുക്ക് മസാജ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പാർലാക്ക് ഹൗസാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ നമ്മുടെ പാർലാക്ക് ഹൗസ് കാണാൻ വേണ്ടി പോവാം. പിന്നെ നമ്മൾ നേരത്തെ കണ്ട സ്വിമ്മിംഗ് പൂളില്ലേ, അത് നമുക്ക് വേണമെങ്കിൽ സ്റ്റേജ് ആയിട്ട് കുളിക്കാനും പോവാം കേട്ടോ. ഇതാ നമ്മുടെ പാർലാക്ക് ഹൗസിൻ്റെ വ്യൂ. നൈറ്റ് ടൈമിൽ വ്യൂ കണ്ടില്ലേ മച്ചന്മാർ, അടിപൊളി വ്യൂ അല്ലേ, അടിപൊളി സ്ഥലമല്ലേ മച്ചന്മാർ നമ്മുടെ പാർലാക്ക് ഹൗസ്. ഇതാ നമ്മുടെ ഇവിടെ ഡബിൾ ബെഡ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്കൊക്കെ വന്ന് ഫാമിലി ആയിട്ട് വരാം, ഫ്രണ്ട്സിനായിട്ട് വരാം, എപ്പോൾ വേണമെങ്കിലും വരാം. അവിടെ TV ഉണ്ട്, സോഫ ഉണ്ട്, AC ഉണ്ട്, ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ പല പല സാധനങ്ങൾ. ഇതാ കിഡ്സിന് ഇരിക്കാൻ വേണ്ടി കസാര ഉണ്ട്. നമ്മൾ ഇനി അടുത്ത 2nd ഫ്ലോറിലേക്ക് പോവുകയാണ്. 2nd ഫ്ലോറിൽ നമുക്കൊരു അടിപൊളി ബെഡ്റൂം കിട്ടും മച്ചാന്മാരെ. ആ ബെഡ്റൂം സീനാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ വല്ലതും വെക്കാം കേട്ടോ. ഇതാണ് മച്ചാന്മാരെ ഞാൻ പറഞ്ഞ അടിപൊളി ബെഡ്റൂം. കണ്ടില്ലേ, ഇവിടെ ഇതാ നമുക്ക് 3 ആൾക്ക് കിടക്കാം. പിന്നെ മുകളിലൊരു ഫാനും ഉണ്ട്. ഇവിടെ AC ഒക്കെ ഉണ്ട് മച്ചാന്മാരെ. AC റൂമാണിത്. ഈ കാണുന്നതാണ് നമ്മുടെ മുകളിൽ നിന്ന് കാണുന്ന വൈബ്. അടിപൊളി സ്ഥലമാണ് മച്ചാന്മാരെ. ഈ ഇവിടെ നിന്ന് കിട്ടുന്നൊരു വ്യൂവും വൈബും ഉണ്ടല്ലോ, വേറെ ലെവലാ മച്ചാന്മാരെ. ഇങ്ങനത്തെ വ്യൂ ഒക്കെ കിട്ടണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നോ. നല്ല വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉള്ളത്. മറ്റേ കരാട്ട, ബോക്സിങ്, അങ്ങനെ MMA അങ്ങനത്തെ ഒക്കെ ഫൈറ്റിങ് ഇഷ്ടമുള്ള പഞ്ചിങ് ബാഗ് വരെ ഉണ്ട്. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. സ്റ്റേ ചെയ്യണത് ഭയങ്കര അടിപൊളി സ്ഥലത്ത്.
അപ്പൊ ഇനി ലൊക്കേഷൻ മറക്കണ്ട, നമ്മുടെ സ്വന്തം കൊടുങ്ങല്ലൂര് എസ്എംപുരത്ത് വള്ളിവട്ടത്തോട്ടോ മച്ചന്മാരെ നമ്മുടെ പാർലാക്കിന്റെ ലൊക്കേഷൻ. എല്ലാവരും നമ്മുടെ പാർലാക്കിക്ക് വന്നോ, അടിച്ച് പൊളിച്ചോട്ടോ മച്ചന്മാരെ, നമ്മുടെ അടിപൊളി പാർലാക്ക്.